ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ അടുപ്പിച്ച് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ചോദ്യങ്ങൾ എന്താണ്? സാധ്യതാ ചോദ്യങ്ങളാണ് അല്ലെ. അപ്പൊ കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് മലയാളത്തിന് ചോദിച്ചിട്ടുള്ള കേരള പാഠാവലിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ഇതൊരു കാർട്ടൂൺ ചിത്രമാണ്. മുകളിൽ നൽകിയ കാർട്ടൂൺ വിശകലനം ചെയ്ത് ലഹരിക്കെതിരെ പോരാടാം എന്ന വിഷയത്തിൽ അല്ലെങ്കിൽ എന്ന ശീർഷകത്തിൽ എന്ത് തയ്യാറാക്കാനാണ് പറഞ്ഞത്? കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഇത് നമ്മുടെ പാഠഭാഗത്തിൽ ഇങ്ങനെ ഒരു കാർട്ടൂൺ നമുക്ക് പഠിക്കാനുണ്ടോ? ഇല്ല. അപ്പൊ എപ്പോഴും നമുക്ക് പാഠപുസ്തകത്തിൽ നിന്ന് മാത്രമല്ല നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം അല്ലെ. ഇപ്പൊ ഒരു കാർട്ടൂൺ ആണെങ്കിൽ പോലും ഇവിടെ എന്തൊക്കെ സ്കിൽസ് ആണ് നമ്മൾ ഈ പരീക്ഷയിൽ നോക്കുന്നത്? അതായത് നമുക്ക് ഒരു ചിത്രം കണ്ടിട്ട് അല്ലെ, അതില് എന്താ പറയാ, ഒരു കാർട്ടൂൺ കണ്ടിട്ട് അത് വായിച്ച് മനസ്സിലാക്കാൻ, അതിന്റെ ആശയം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആ ഉൾക്കൊണ്ട ആശയം നല്ല ഭാഷയിൽ നമുക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പരിശോധിക്കപ്പെടുന്നത് അല്ലെ. എത്രയും സ്കില്ലുകൾ നമുക്ക് ഉണ്ടോ എന്നാണ് ഇവിടെ പരിശോധിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനൊന്നും ഓപ്ഷൻ ഇല്ലാത്തൊരു ചോദ്യമാണ്, നിർബന്ധമായിട്ട് നമ്മൾ എഴുതേണ്ട ഒരു ചോദ്യമായിട്ടാണ് ഇത് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇത് ഒഴിവാക്കി കളയാന്നത് നമ്മൾ വിചാരിച്ചിട്ടും കാര്യമില്ല. നോക്കൂ, ഇതൊരു അധ്യാപകനാണ് കാർട്ടൂൺ വരച്ചിട്ടുള്ളത്. സജിത്രൻ പേരാമ്പ്ര എന്ന് പറഞ്ഞിട്ട് ടീച്ചറുടെ അധ്യാപകനും ആയിരുന്നു കേട്ടോ. ടീച്ചർ +2 മലയാളം പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനാണ് സജിത്ര മാഷ്. നല്ല അടിപൊളി ക്ലാസ്സുകളായിരുന്നു സാറിന്റെ അന്നത്തെ ക്ലാസ് ഒക്കെ. ഓക്കെ, അപ്പൊ അദ്ദേഹമാണ് ഈ ചിത്രം വരച്ചത് കേട്ടോ. അത് കണ്ടതുകൊണ്ട് ടീച്ചർ പറഞ്ഞതാണ്. അപ്പൊ ഈ മുകളിൽ നൽകിയ ചിത്രം എന്ത് ചെയ്യണം? വിശകലനം ചെയ്യണം. നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമുക്ക് അത് 1.5 മണിക്കൂർ സമയമുള്ളൂ. 40 മാർക്കിന് നമ്മൾ എഴുതണം അല്ലെ. അപ്പൊ ഇത് എന്താ പറയാ, കാർട്ടൂൺ ചിത്രങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു കാർട്ടൂൺ ആയിരിക്കാം ചിലപ്പോൾ. അതെന്ത് ചെയ്യണം? ആശയം വായിച്ച് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പൊ എന്തായാലും കുറച്ചധികം സമയം പോകുന്ന ഒന്നാണ്. അപ്പൊ ടീച്ചർ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള പോലെ നമ്മൾ കൂൾ ഓഫ് ടൈമിൽ തന്നെ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ മാക്സിമം എല്ലാ ചോദ്യങ്ങളും, ഇപ്പൊ 12 വരെയാണ് നമുക്ക് ചോദ്യങ്ങൾ ഉള്ളതെങ്കിൽ ആ 12 ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ 2-3 ആവർത്തി എങ്കിലും എന്ത് ചെയ്യണം? അതിനുശേഷവും നമ്മൾ ചോദ്യം വായിച്ചു നോക്കുക എന്നുള്ളതാണ് കേട്ടോ. പലതവണ നമ്മൾ ചോദ്യം വായിച്ചു നോക്കണം. അപ്പോഴും മനസ്സിൽ എന്തുണ്ടാവണം? 1.5 മണിക്കൂറേ സമയമുള്ളൂ അല്ലെ. 5 മാർക്കിന്റെ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ മാക്സിമം 10 മിനിറ്റ് സമയമേ എന്തിനുള്ളൂ? നമുക്കിത് വായിക്കാനും എഴുതാനും ഒക്കെ കൂടെ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അപ്പൊ കുറിപ്പാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പൊ വിഷയം എന്താണ്? ഇങ്ങനെ ഇതല്ല, വേറൊരു ചിത്രമാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിലും നമുക്ക് എഴുതാനുള്ള ചോദ്യം എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ എഴുതാനുള്ള ചോദ്യം എന്താണ്? എന്താ ഇവിടെ എഴുതേണ്ടത്? നമ്മള് കുറിപ്പാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. എന്ത് തയ്യാറാക്കണം? കുറിപ്പ് അല്ലെ, കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പൊ വിഷയം ഏതാണ്? ലഹരി വിപത്തിനെതിരെ പോരാടാം. എന്താണ്? ലഹരി വിപത്തിനെതിരെ പോരാടാം എന്നതാണ് നമ്മുടെ വിഷയം. സേ നോ ടു ഡ്രഗ്സ് അല്ലെ. പിന്നെ എന്താണ്? സ്വർഗം പോലൊരു വീട്. അവരൊക്കെ ഇപ്പോ മണ്ണിനടിയിൽ. പൊന്നുപോലെ വളർത്തിയ മകൻ കുടുംബം നശിപ്പിച്ച് ജയിലിലും. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? നമ്മള് റീസെന്റ് ആയിട്ട് നമ്മളുടെ കേരളത്തിൽ നമ്മൾ പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ ഇങ്ങനെ കേൾക്കുകയാണ്. ലഹരിക്ക് അടിമപ്പെട്ടു പോയിട്ടുള്ള അല്ലെ ഒരുപാട് കുഞ്ഞുങ്ങളെ ആയിരുന്നു മുതലെടുക്കുന്നത്. ചെറിയ കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ലഹരി മാഫിയ സംഘം മുതലെടുക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യമൊക്കെ വെറുതെ ആയിരിക്കും ഈ ലഹരികളൊക്കെ കൊടുക്കുക, മിഠായി രൂപത്തിലൊക്കെ കൊടുത്ത് ഇതിന് അഡിക്റ്റ് ആയതിനു ശേഷം എന്താണ്? പിന്നെ ലഹരി കിട്ടിയേ തീരൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. നമ്മൾ 8ാം ക്ലാസ്സിലൊരു കഥയൊക്കെ നമ്മൾ മലയാള സെക്കൻഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ ഇത് കിട്ടിയേ തീരൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ചിലപ്പോ മോഷണം നടത്തുന്നു, വീട്ടുകാരെ കൊലപ്പെടുത്തുന്നു, ആ ലഹരിക്ക് അടിമപ്പെട്ടു പോയിട്ട് സ്വബോധം നഷ്ടപ്പെടുന്നു. അച്ഛനാരാ, അമ്മയാരാ, ഉമ്മയാരാ, സഹോദരങ്ങൾ ആരാ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ. ഇപ്പൊ നമ്മള് താമരശ്ശേരി അടുത്താണ്, നമ്മൾ കോഴിക്കോട് അല്ലെ, താമരശ്ശേരിന്റെ അടുത്താണ് വളരെ നമ്മളെയൊക്കെ ഞെട്ടിച്ചിട്ടുള്ള, കേരളത്തെയും ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിട്ടുള്ള ആ വാർത്ത. ആ വീട്ടിലുള്ള അല്ലെ ഉമ്മയെയും സഹോദരങ്ങളെയും ഒക്കെ ക്രൂരമായിട്ട് അല്ലെ, അങ്ങനെ എത്രയോ കുഞ്ഞുങ്ങൾ അമ്മമാരെയും അച്ഛനെയും ഒക്കെ എന്താണ് ലഹരിക്ക് പൈസ കൊടുക്കാത്തതിന്റെ പേരിലോ അല്ലെ ലഹരിക്ക് അടിമപ്പെട്ടിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെയുള്ള ഒരുപാട് കൊലപാതകങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള സംഭവങ്ങളും എന്ത് ചെയ്യാണ്? നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് അല്ലെ. അപ്പൊ അതിനെയൊക്കെ ആസ്പദമാക്കിയിട്ടാണ് ഇവിടെ ഈ ഒരു കാർട്ടൂൺ ചിത്രം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ലഹരിക്കെതിരെ പോരാടാം. അപ്പൊ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്നുകൂടെയാണ് എന്ത്? ലഹരി എന്ന് പറയുന്നത് അല്ലെ. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, ബോധവൽക്കരണങ്ങൾ നടക്കുന്ന ഒരു വിഷയമാണ് അല്ലെ. എന്നിട്ടും ഇപ്പൊ ഒരുപാട് അധ്യാപകർ കുറെ കാലമായിട്ട് എന്ത് ചെയ്തു? നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത അല്ലെ, കുഞ്ഞുങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട, ചേർത്ത് നിർത്തേണ്ട, അവർക്ക് മാതൃകയാവേണ്ട അധ്യാപകരുടെ പേരുകളാണ് നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് നമ്മളിങ്ങനെ
ലഹരിയുടെ ഭാഗമായി നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ കുഞ്ഞുങ്ങളും അധ്യാപകരും ഉൾപ്പെടെ അല്ലെ നമ്മൾ വല്ലാത്തൊരു കെട്ട ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് അല്ലെ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും സമൂഹത്തിൽ നിന്ന് ആവർത്തിച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ലഹരി എന്നുള്ള നമ്മൾ ആലോചിക്കണം. അത്തരം വിഷയങ്ങളോടുള്ള ഈ ചോദ്യം എന്താണ്? ഇത് വിശകലനം ചെയ്ത് ലഹരി വിപത്തിനെതിരെ പോരാടാം എന്നാണ് ശീർഷകം നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ലഹരിക്കെതിരെ പ്രതികരിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ പ്രതികരണം, അഭിപ്രായമാണ് കുറിപ്പിന്റെ രൂപത്തിൽ എഴുതേണ്ടത് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ അതിനകത്ത് കൊണ്ടുവരേണ്ടത്? ഇത്തരം വിഷയങ്ങളോടുള്ള നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ എഴുതേണ്ടത് അല്ലെ. അപ്പൊ ലഹരി വിപത്തിനെതിരെ പോരാടാം എന്ന വിഷയത്തെ മുൻനിർത്തിയിട്ടുള്ള കുറിപ്പ് ആയതുകൊണ്ട് തന്നെ എന്തെല്ലാം മാർഗങ്ങള് അല്ലെ ലഹരിയുടെ അല്ലെ ഇത്തരം ലഹരിയുടെ ഉപയോഗം, ലഹരിയുടെ ലഭ്യത ഇല്ലാതാക്കല്, അപ്പൊ ഇതിനൊക്കെ വേണ്ടി എങ്ങനെയാണ് ലഹരി വരുന്നത്, എങ്ങനെ ഉപയോഗിക്കുന്നു, കുട്ടികളിലേക്ക് ഇത് എങ്ങനെ എത്തുന്നു, ഇത് എങ്ങനെ നിർത്തലാക്കാം തുടങ്ങിയ രീതിയിലുള്ള പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആ കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഒരുപാടൊന്നും നമ്മൾ എഴുതേണ്ടതില്ല. അരപ്പുറം ആണ് 5 മാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പേജിന്റെ അരപ്പുറത്തിൽ നമ്മൾ എഴുതണം അല്ലെ 5 മാർക്ക് എന്ന് പറയുന്ന സമയത്ത് അല്ലെ. അപ്പൊ 5 മാർക്കിന്റെ ചോദ്യം നമ്മൾ മാക്സിമം എത്ര മിനിറ്റ് കൊണ്ടാണ്? 10 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ എഴുതി തീർക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ക്ലിയർ ആയോ മക്കൾക്ക്? മനസ്സിലായോ? ഇതേപോലെ പാഠപുസ്തകത്തിന്റെ ഉള്ളിൽ നിന്നല്ലാതെ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന സമകാലിക സംഭവങ്ങളുമായിട്ട് ചേർത്തിട്ടുള്ള കാർട്ടൂണുകളും ഒക്കെ നമ്മളോട് എന്ത് ചെയ്യും? ചോദ്യമായിട്ട് വരും. ഓക്കെ. അപ്പൊ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചോദ്യം കണ്ടപ്പോൾ ടീച്ചർ അത് പറഞ്ഞു തന്നതാണ്. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. മാരത്തോണും ലൈവുകളും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഒക്കെ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള എല്ലാ ചാപ്റ്റേഴ്സും എന്ത് ചെയ്യും? നമ്മൾ പഠിക്കും. മലയാളം ഫസ്റ്റ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും, അറബി, ഉറുദു, സാൻസ്ക്രിറ്റ്, അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. കൂടെ നിൽക്കുക. സൂപ്പറായിട്ട് കേട്ടോ. ഏറ്റവും കോൺഫിഡൻസോട് കൂടെ നിങ്ങളെ പരീക്ഷയ്ക്ക് ഞങ്ങൾ പറഞ്ഞയക്കും. അപ്പൊ എന്ത് ചെയ്യുക? സേഫ് ആയിട്ട് കൂടെ ഇരിക്കുക. മഴയും ഒക്കെയാണ്. അപ്പൊ സേഫ് ആയിട്ട് കൂടെ ഇരിക്കുക. നന്നായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.